ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഈസി ചിക്കൻ കറി റെസിപ്പിയാലോ. ഈസിയാണ്, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 ഉള്ളി, 2 തക്കാളി, ഒരു 4-5 പച്ചമുളക് അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ മല്ലിയില, കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും എല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കാം. ആ പേസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം അതിൽ സവാള ഇട്ട് ഒരു ലേശം ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പ് ഇടുന്ന സ്കിപ്പായി പോയി കേട്ടോ. പിന്നെ തക്കാളി ഇടുക. പിന്നെ നമ്മളെ മസാലകളായ മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് ഒരു വിസിലിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ തിള വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചിക്കൻ കറിക്ക് നല്ലൊരു ഗ്രേവി ഉണ്ടാവണം അല്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ട്രിക്ക്. അപ്പോൾ ഈ വെന്ത മസാലകളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് ഒന്ന് കട്ടായി പോയി കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നതും അത് തിള വരുന്നത് മാത്രമേ പിന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന് അറിയുക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഒരു പകുതി ഉള്ളിയെടുത്ത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ കറീൻ്റെ മേലേക്ക് അങ്ങ് ഒഴിക്കുക. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയില മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആൻഡ് സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.